ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് എപ്പിക്കിൻ്റെ ഫ്രീ സ്പിൻ കറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 8 ഫ്രീ സ്പിന്നാണ് ഗൈസ് ആകെ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കറക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കൊക്കെ കറക്കിയിട്ട് എപ്പിക്ക് അടിച്ചോ ആരെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ ടാർഗറ്റ് സെൻറ്റർ ബാക്ക് ആണ് ഗൈസ്. സെൻറ്റർ ബാക്ക് ബെറേസി ടാർഗറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആരാ സെൻറ്റർ ഫോർവേഡ് നമ്മുടെ റിയൽ മാഡ്രിഡിൻ്റെ സെൻറ്റർ ഫോർവേഡ് ടാർഗറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ DMF ഡേവിഡ്സ് പുള്ളിയാണ് ഗൈസ്. നമ്മുടെ ഈ 3 പേരാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ കിട്ടുമല്ലോ എന്നൊക്കെ നോക്കാം എന്തായാലും. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഫ്രീ സ്പിൻ നമ്മളെന്തായാലും എടുക്കാൻ പോവാണ്. എനിക്കൊരു ഉറപ്പില്ല ഗൈസ്, കിട്ടുമെന്നൊരു ഉറപ്പില്ല. കാരണം 8 ഫ്രീ സ്പിന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഫ്രീ സ്പിൻ എന്തായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹിയർ വി ഗോ. ആരാണ് ഗൈസ്? ഈസ് എനി എപ്പിക്? അല്ല ഗൈസ്, ഇത് എപ്പിക് അല്ല. എടാ, ഞാൻ മേളിൽ കളർ മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പിക്കാന്ന്. ഇതാരാണ് ഗൈസ്? ഇംഗ്ലീഷ് ലീഗിലെ ഏതോ പ്ലെയറാണ്, 7-ാം നമ്പർ. എടാ, ഞാൻ മേളിൽ കളർ മാറിയപ്പോൾ എപ്പിക്കാന്ന് വിചാരിച്ചു ഗൈസ്. കൊനാമി ജസ്റ്റ് ഒന്നിനെ പറ്റിച്ചതാണ്. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഫ്രീ സ്പിൻ കൊടുക്കാം. ഹിയർ വി ഗോ. ഇതാരാണ് ഗൈസ്? വീണ്ടും കളറുണ്ട്. ഗൈസ്, എപ്പിക്കല്ല. ഇതെന്താണ് കൊനാമി? ഗീവ് മീ എപ്പിക് ഗൈസ്. ലാലീഗിലെ 7-ാം നമ്പർ ഏതോ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്കൊരു ഉറപ്പുമില്ല ഗൈസ്, എനിക്ക് എപ്പിക്ക് അടിക്കുന്നു എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം 8 ഫ്രീ സ്പിന്നുള്ളൂ. എനിക്ക് ഒരു ഉറപ്പുമില്ല എപ്പിക്ക് അടിക്കുന്നു. അടിച്ചു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഗോൾ കീപ്പറില്ലേ ആർസനലിൻ്റെ, പുള്ളിയും കിടിലൊരു പ്ലെയറാണ്. കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഗുട്ടീനെ കിട്ടിയാലും കുഴപ്പമില്ല. പിന്നെ അത് കൂടാണ്ട് ഇതിനകത്ത് തന്നെയാണ് ഹൈലൈറ്റ് കാർഡ്സും കുഴപ്പമില്ലാത്ത കാർഡ്സൊക്കെ തന്നെയാണ് ഗൈസ്. നമ്മുടെ റൂബിൻ ഡിയാസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൂബിൻ ഡിയാസൊക്കെ കിഡിലൊരു കാർഡാണ് റൂബിൻ ഡിയാസിൻ്റെ ഇതിനകത്ത് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ കിട്ടുവാണെങ്കിൽ അവനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, എപ്പിക്ക് അടിച്ചില്ലെങ്കിലും. പ്ലീസ് കൊനാമി ഗീവ് മീ എപ്പിക് ഗൈസ്. അപ്പോൾ 2 സ്പിന്ന് നമ്മൾ കളർ കാണിച്ച് പറ്റിച്ചിട്ടുണ്ട്. എന്തായാലും 3ാമത്തെ സ്പിൻ എടുക്കാം. ഇല്ല ഗൈസ്, ഇല്ല. ഇത് ബേസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് പാൽമറിനെ കിട്ടി. ഓക്കെ, പാൽമറിനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഇനി 5 ഫ്രീ സ്പിന്നാണ് ബാക്കിയുള്ളൂ. 5 ഫ്രീ സ്പിൻ. അപ്പോൾ കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എന്തായാലും നമുക്ക് സ്പിൻ എടുത്ത് നോക്കാം. ഹിയർ വി ഗോ. ആരാണ് ഗൈസ്? ബേസ് അല്ല, ഹൈലൈറ്റ് കാർഡാണ് ഗൈസ്. അവിടെ കൊനാമി വൈ? എന്തുകൊണ്ട് ഗൈസ്? എനിക്ക് പിന്നെ നേരത്തെ വന്ന റോബർട്ടോ കാർലോസിൻ്റെ പാക്കിനകത്ത് നിന്ന് എനിക്ക് റോബർട്ടോ കാർലോസിന് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായേ. വേറെ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബാക്കിയുള്ള സ്പിന്നെടുത്തത് അതാണ് പറ്റിയത്. പിന്നെ ഈ പാക്കിനകത്ത് എനിക്കിപ്പോൾ ആരും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കറക്കി നോക്കാം. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഗൈസ്. എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എടാ, റൂബിൻ ഡിയാസിനെയൊക്കെ എന്തിനാ കാണാൻ വെച്ചവനാണോ? അവനെങ്കിലും താടാ എനിക്ക്. റൂബിൻ ഡിയാസിനെങ്കിലും തന്നാൽ മതിയായിരുന്നു ഗൈസ്. എപ്പിക്ക് വേണമെന്നില്ല, റൂബിൻ ഡിയാസിനെങ്കിലും താ പ്ലീസ്. കൊനാമി ഗീവ് മീ എപ്പിക്. കുറേ പേർക്കൊക്കെ 3-4 എപ്പിക്കൊക്കെ അടിച്ചെന്ന് കണ്ടു ഗൈസ്. നമ്മുടെ കയ്യിൽ അത്രയ്ക്കും കോൺട്രാ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 8 ഫ്രീ സ്പിൻ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. എൻ്റെ പുതിയ അക്കൗണ്ടായിരുന്നു, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കോൺട്രാ ടിക്കറ്റ് അങ്ങനെ ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ 8 ഫ്രീ സ്പിന്നാണ് നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത സ്പിൻ എന്തായാലും എടുത്തു നോക്കാം ഗൈസ്. 4ാമത്തെ സ്പിന്നാണ്. ഹിയർ വി ഗോ. ആരാണ്? ബേസാണ്. ഉള്ളിൽ വെള്ള കളറാണ് ഗൈസ്. ഇതാരാണ്? ഓക്കെ, നമുക്ക് ബ്ലൈൻഡിനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആരാ? ഓക്കെ, അടുത്ത ഫ്രീ സ്പിൻ എടുക്കാം എന്തായാലും. 5ാമത്തെ ഫ്രീ സ്പിൻ. ഓക്കെ, ഹിയർ വി ഗോ. എടാ കൊനാമി പ്ലീസ് റാ, അവിടെ പോയി എപ്പിക്കും താട്ടറാ. ആ യോർക്കിനെങ്കിലും എന്താ പ്ലീസ്. ഗീവ് മീ എപ്പിക്. ഗൈസ്, ഇതും ബേസ് അല്ല, ഹൈലൈറ്റ് കാർഡ്. ഇതാരാണ്? എടാ, എന്തിനാടാ എനിക്ക് ഇവന്മാരെയൊക്കെ തരുന്നേ? എപ്പിക്ക് താടാ. നമുക്ക് ഒരെണ്ണം പുറത്തുനിന്ന് എടുത്ത് നോക്കാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ബാക്ക് ഇറങ്ങാം. അത് ബേസാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ബേസല്ല, ഹൈലൈറ്റ് കാർഡാണ്. എപ്പോഴും അതിൽ ബേസ് എന്നാണ് ഗൈസ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആരാ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എപ്പിക്ക് അടിച്ചോ ഇല്ലോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത്.
എന്നെപ്പോലത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഗൈസ്. കാരണം എനിക്ക് എപ്പിക്ക് അടിക്കുന്ന ഒരു വിശ്വാസമില്ല. ഇനിയിപ്പോൾ എത്ര 2 ട്രൈ എങ്ങാണ്ട് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, 50 പ്ലേയേഴ്സിൻ്റെ എപ്പി പാക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്ത് എനിക്ക് ഒരു എപ്പിക്ക് അടിച്ചോളൂ. അപ്പോൾ പിന്നെ 100 പ്ലേയേഴ്സുള്ള പാക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എപ്പിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുള്ള ഗൈസ്. എന്തായാലും നമുക്ക് കാർഡ് ടൈപ്പ് ചെയ്യാം. ഊഫ്, നിരന്ന് കെട്ടിക്കാണ് എപ്പിക്ക്. എടാ ഒരു എപ്പിക്ക് താടാ, ഇത്രയല്ലേ എപ്പിക്ക്, ഓർണം താ. എന്തിനാണ് ഇങ്ങനെ ഇടുന്നത്? ഊഫ്. ഓക്കെ, അവസാനത്തെ സ്പിന്നാണ്. അവസാനത്തെ സ്പിൻ എന്തായാലും കുറേ ക്യാൻസൽ അടിച്ചിട്ട് സ്പിൻ ചെയ്യുക. എങ്ങാനും കിട്ടിയാലോ പറയാൻ പറ്റില്ല. ഓക്കെ, കൊനാമി പ്ലേസ് ചതിക്കരുത്. ഇനി ഒരു ഫ്രീ സ്പിന്നുള്ളൂ ഗൈസ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അവിടെ ഓവറിനെങ്കിലും തന്നാൽ മതി. ഞാൻ എന്താ പറയുക ഗൈസ്, നമുക്ക് എന്തായാലും നോക്കാം. എപ്പിക്ക് അടിക്കുമോ എന്ന് എനിക്കറിയില്ല, പറയാൻ പറ്റില്ല. അവസാനം ചിലപ്പെങ്കിൽ നമുക്ക് എപ്പിക്ക് തന്നാലാ. അപ്പം എന്തായാലും നമുക്ക് സ്പിന്നെടുക്കാം. ഓക്കെ, കിട്ടുമോ ഗൈസ്? കിട്ടുമോ എനിക്കറിയില്ല. കിട്ടുമോ? നമുക്ക് പയ്യെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് ഒന്ന് സ്പിന്നെടുത്ത് നോക്കാം ഗൈസ്. ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും സ്പിന്നെടുക്കാം. ഹിയർ വി ഗോ. ആരാണ് ഗൈസ്? എനിക്കറിയില്ല, എപ്പിക്കല്ല എന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ, മേളിൽ കളറുണ്ട്. എടാ ഇത് എന്തോന്നാണ് ഗൈസ്? 3 പ്രാവശ്യം ഈ കളർ കാണിച്ച് നമ്മളെ പറ്റിച്ച്. ഇത് എപ്പിക്കല്ല. വൈ കൊനാമി ഗൈസ്? ഏതൊരു ഗോൾ കീപ്പറിന് തന്നേക്കുന്നടാ. ഇത് ആരാണിത്? ഗൈസ്, അപ്പോൾ പാക്ക് വെറുത്ത് പോയിട്ടുണ്ട് എന്തായാലും. ഇപ്പോൾ ബൈ ഗൈസ്, ബൈ.